ഹായ് നമസ്കാരം. നമ്മൾ ഡൽഹിയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങൾ ഇന്നലെ കോഴിക്കോട് നിന്നാണ് പുറപ്പെട്ടത്. നമ്മൾ നേരെ വന്ന് ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിൽ ഒരു റൂം കാര്യങ്ങളൊക്കെ എടുത്തു. രാത്രിയിലധികം യാത്ര ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും ഈ റൂട്ടിലൊക്കെ. അപ്പോൾ നമുക്ക് ഇന്ന് ഏകദേശം ഹൈദരാബാദ് കവർ ചെയ്യണം. അങ്ങനെയാണ് ഞങ്ങളുടെ പ്ലാന്. നമ്മുടെ വീഡിയോ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ഒക്കെ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഓരോ സംസ്ഥാനങ്ങൾ നമുക്ക് കവർ ചെയ്യണം. നല്ല നല്ല സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങൾ ഇന്നലെ സ്റ്റേ ചെയ്തത് നമ്മൾ ബാംഗ്ലൂർ NH44 ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേയിൽ കോമൽ ഗാർഡൻ എന്ന് പറഞ്ഞൊരു അടിപൊളി ഒരു പ്രോപ്പർട്ടി ആട്ടെ. നമുക്കൊരു റിസോർട്ടിന്റെ ഒക്കെ ഒരു ആംബിയൻസ്, ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അതേപോലെ റെസ്റ്റോറന്റ്, കുട്ടികൾക്ക് കളിക്കാനുള്ള കിഡ്സ് പാർക്ക്, ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള നല്ലൊരു സംഭവം തന്നെയായിരുന്നു. റൂമായാലും നല്ല എക്കണോമി 1500 ഒക്കെയാണ് വരുന്നുള്ളൂ റൂമിന്. AC റൂം ആണെങ്കിൽ 2000. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ഈ റൂട്ടിലൂടെ ഒക്കെ പോവുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് സ്റ്റേക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. റെസ്റ്റോറന്റ് അത്യാവശ്യം കത്തിന്ന് തന്നെ വേണമെങ്കിൽ പറയാം, നല്ല റേറ്റ് ഉണ്ട്. റെസ്റ്റോറന്റ് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യൂല. നമുക്ക് ഡൽഹിയിലേക്കുള്ള റൂട്ട് നമുക്ക് 3 രീതിയിൽ പ്ലാൻ ചെയ്യാം. നമുക്ക് ഒന്ന് ഗോവ സൈഡിൽ, നമുക്ക് കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം, ഗോവ സൈഡ്, ഇങ്ങനെ മുംബൈ വഴി അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് നേരെ മധ്യഭാഗത്ത് കൂടെ നമുക്ക് ബാംഗ്ലൂര്, ഇൻഡോർ, അങ്ങനെ നമുക്ക് നേരെ അങ്ങനെ പോവാം. വേറെ റൂട്ട് എന്ന് പറഞ്ഞാല് നമുക്ക് ഹൈദരാബാദ്, ബാംഗ്ലൂർ, ഹൈദരാബാദ്, നാഗ്പൂർ, അങ്ങനെയും പോവാം. ഞങ്ങൾ എന്തായാലും ബാംഗ്ലൂർ, ഹൈദരാബാദ്, നാഗ്പൂരൊക്കെ വഴിയാണ് നേരെ ഫസ്റ്റ് നമ്മൾ ആഗ്രയിൽ പോകും. അങ്ങനെ അവിടുന്ന് ഡൽഹി, അങ്ങനെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ യാത്ര ഈ ഒരു മുതലാട്ടോ, നമ്മുടെ ഫോർഡ് എൻഡവറിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമ്മളിപ്പോ ഡൽഹി വരെയൊക്കെ ഒരു സ്ട്രെച്ചിൽ പോവാന്ന് നോക്കാം. നല്ല യാത്രാ കംഫർട്ടാട്ടോ ഈ ഒരു വണ്ടിക്ക്. എത്ര വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ നേരെ NH44 കയറി. നമുക്ക് ഇനി ബാംഗ്ലൂരിന് നേരെ ഹൈദരാബാദ് ഭാഗത്തേക്കാണ് പോകാനുള്ളത്. ബാംഗ്ലൂർ നമുക്ക് ഏകദേശം 500 കിലോമീറ്റർ ഉണ്ട്. നമുക്ക് ഹൈദരാബാദിൽ 570 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഹൈദരാബാദിലേക്ക് എത്താൻ. ഈ ഒരു സംഭവം കണ്ടോ, ഇത് നമ്മളെ വിൻഡ് മില്ലില്ലേ, വിൻഡ് മില്ലിന്റെ ഒരു ലീഫാട്ടോ ഇത് സംഭവം. ഇത്ര വലിയൊരു സംഭവമാണ് ഇത്. കാരണം ഇത്രയും വലിയൊരു ട്രെയിലറിലാണ് ഇത് പോകുന്നത് കേട്ടോ. ഇതിന്റെ ഒരു ലെങ്ത് നോക്കി ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര നീളം. അപ്പോ ഇനി ഒരുപാട് കിലോമീറ്ററുകൾ നമുക്ക് താണ്ടി പോകാനുണ്ട്. നമ്മളിപ്പോ ഉള്ളത് ഹൈദരാബാദിലേക്ക് പോകുന്ന ഒരു ഹൈവേയിലാട്ടോ ഉള്ളത്. ഇങ്ങനെ വിജനമായ റോഡുകളാണ്. 3 കിലോമീറ്റർ ഇങ്ങനെ ഓടി പോകണം. ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നല്ല സ്പീഡിലാണ് മിക്കവാറും വണ്ടികളൊക്കെ ഇതിൽ പോകുന്നത്. നന്നായി ശ്രദ്ധിച്ചു കണ്ട് വേണ്ടി പോവുക. വണ്ടികളൊക്കെ നല്ല മത്സര ഓട്ടത്തിലാട്ടോ. കണ്ടോ, മിക്കവാറും ഒരുപാട് ട്രക്കുകൾ തന്നെയാണ് ഈ റോഡിൽ കൂടുതലുള്ളത്. ഒരുപാട് ഏരിയകൾ ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. നമ്മളെ കേരളത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, അത്ര ഏരിയ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ്. പിന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലോറികളെ, ട്രക്കുകളുടെ ഒക്കെ മത്സര ഓട്ടം. നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ബസ്സുകളൊക്കെ ഉള്ള മത്സരോട്ടം പോലെ ഇവിടെ ട്രക്കുകൾ തമ്മിൽ ഭയങ്കര കോമ്പിയായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആന്ധ്രാപ്രദേശിന്റെ KSRTC ബസ്സാണ്. നമ്മൾ നേരെ ഒരു ടോളിന്റെ, ഒരുപാട് ടോളുകൾ ഇപ്പൊ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട്, ഓൾറെഡി കൊടുത്തു കഴിഞ്ഞ് ഇഷ്ടംപോലെ ടോളുകളുണ്ട്. ട്രക്കുകളുടെ അയിഞ്ഞാട്ടോ അവിടെ നടക്കുന്നത്. ഇഷ്ടംപോലെ ട്രക്കുകളുണ്ട്. നലങ്ങും വേലങ്ങും ലൈനും തെറ്റിച്ച് അങ്ങനെ അടിച്ച് പൊളിച്ച് പോവാണ് അവന്മാരൊക്കെ. ശ്രദ്ധിച്ച് കണ്ട് വേണ്ടി പോവാൻ. അക്കാ, മാങ്ങക്ക് എന്താ വില? മാങ്ങക്ക് എന്നാ വില? എങ്ങനെ പള്ളി? 1 കിലോ 110. ആന്ധ്ര ഭാഗത്തേക്ക് നമ്മൾ കയറി കഴിഞ്ഞാലേ സാധാരണ സീസൺ സമയത്താണ് ഇഷ്ടം പോലെ മാങ്ങ കിട്ടും. ഇവരുടെ സ്പെഷ്യൽ മാങ്ങ, ആന്ധ്രയുടെ സ്പെഷ്യലാണ്. ഞാനിതങ്ങനെ വിളിക്കണം.
ആന്ധ്രയുടെ സ്പെഷ്യലായ ബംഗനപ്പള്ളി മാങ്ങ കേട്ടോ. അത് കിട്ടിലാണ്. സംഭവം ട്രക്ക് ലോറിയും തമ്മിൽ തന്നെ കേട്ടോ. ഹൈവേയിൽ ചെറിയൊരു ബ്ലോക്ക് കിട്ടിട്ടോ. കുറെ നേരമായിട്ട് നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ആക്സിഡന്റ് സംഭവിച്ചാല് നമ്മൾ ഈ റോഡിലൂടെ ഒക്കെ പോകുമ്പോൾ എന്തായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഈ ഹൈവേ ആണ്, ഭയങ്കര സ്പീഡാണ്. ഒന്ന് പാളിക്കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. എല്ലാരും ഈ റോഡിലൂടെ പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. അങ്ങനെ നമ്മൾ ഹൈദരാബാദ് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടോ. ഹൈദരാബാദ് ടൗൺ ടച്ച് ചെയ്യാണ്ട് തന്നെ നമുക്ക് നാഗ്പൂർ ഭാഗത്തേക്ക് പോകാൻ പറ്റിയ ഔട്ടർ റിംഗ് റോഡാണ് ഇത്. നെഹ്റു ഔട്ടർ റിംഗ് റോഡാണ് ഹൈദരാബാദിലെ വളരെ ഫേമസ് ആയിട്ടുള്ള അല്ലെ കിടിലൻ റോഡാണ് ഇവിടെ. ഹൈദരാബാദിന്റെ അഭിമാനമായ നെഹ്റു ഔട്ടർ റിംഗ് റോഡ് വഴിയാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 158 കിലോമീറ്ററോളം നീളം കേട്ടോ. 8 വരി പാതയാണ് ഇത് വരുന്നത്. 8 വരി പാത വരുന്ന ഒരു എക്സ്പ്രസ് ഹൈവേ ആണിത്. നമ്മുടെ ഹൈദരാബാദ് ടൗണിനെ ഒക്കെ ചുറ്റിപ്പറ്റി കിടക്കുന്ന, അതേപോലെ സിറ്റിയിലേക്കൊന്നും ടച്ച് ചെയ്യാതെ തന്നെ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ അർബൻ റിംഗ് റോഡുകളിൽ ഒന്നാണ്. മണിക്കൂറിൽ 100 മുതൽ 120 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാൻ പറ്റിയ നല്ല അടിപൊളി റോഡ് തന്നെയാണ് ഇത്. ഹൈദരാബാദിന്റെ മുഖച്ഛായ മാറ്റിമറിക്കുന്ന ഒരു കിടിലൻ റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈദരാബാദിൽ എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും ഈ ORR വഴി ഒരു ലോങ് ഡ്രൈവ് നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഒരു രക്ഷയുണ്ടാവില്ല. അടിപൊളി ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. നമ്മളൊരു വിദേശ രാജ്യത്തൊക്കെ പോകുന്ന അതിനേക്കാൾ കിടപിടിക്കുന്ന കിടിലൻ റോഡുകളും അതേപോലെ തന്നെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ആയാലും ബിൽഡിങ്സ് ആയാലും ഒരു നഗരത്തിന്റെ വികസനം എത്രത്തോളം മുന്നേറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു ഒറ്റ റോഡ് മതി കേട്ടോ. ഇവിടുത്തെ റോഡുകൾ കണ്ടാൽ മതി. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ ORR എന്ന് പറയുന്ന നെഹ്റു ഔട്ടർ റിംഗ് റോഡ്. ഒരു രക്ഷയില്ല. നീണ്ട് വിശാലമായി കിടക്കുന്ന റോഡ്. വണ്ടികളൊക്കെ ആയാലും അതേ നല്ല ഡിസിപ്ലിൻ ആയിട്ട് ഓരോ ലൈന് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഒരു വല്ലാത്ത ഫീൽ തന്നെ കേട്ടോ. ട്രാഫിക് സിഗ്നലുകളോ ഭയങ്കര തിരക്കോ കാര്യമോ ഒന്നും നമ്മൾ അറിയാതെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്ര. ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു എക്സ്പ്രസ് ഹൈവേ എന്ന് വേണമെങ്കിൽ ഇപ്പൊ തന്നെ പറയാം. ഒരു രക്ഷയില്ല. ഒരു വേൾഡ് ക്ലാസ് ഹൈവേ എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താന്നുള്ളത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തിരിയേണ്ട ഭാഗം ഉണ്ടാവും. നമുക്കിപ്പോ നാഗ്പൂരേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പൊ അതിനുള്ള ഒരു എക്സിറ്റ് ഉണ്ടാവും. അതേപോലെ മുംബൈ, അങ്ങനെ ഒരുപാട് ബോർഡുകൾ നമുക്ക് കാണാം. അതിനൊക്കെ ഓരോരോ നമ്പേഴ്സ് ഇട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ടാണ് എന്റെ എക്സിറ്റ് വരിക. നന്നായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പണി പാടും. നമുക്ക് ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു വരാനില്ല. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. ഈ റൂട്ടിലൂടെ പോകുന്നവരെല്ലാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എക്സിറ്റിന്റെ നമ്പർ ഉണ്ടാവും. ഇത്ര നമ്പർ എക്സിറ്റ് ആണെന്നുള്ളത്. അത് നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അപ്പൊ നമുക്ക് എക്സിറ്റ് എടുക്കേണ്ട ഭാഗം എത്തിക്കഴിഞ്ഞു. ഏകദേശം എത്താനായിട്ടുണ്ട്. എക്സിറ്റ് 06 ആണ് നമ്പർ വരുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തേക്കും ഓരോ നമ്പേഴ്സ് ഉണ്ടാവും. അത് നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് എക്സിറ്റ് അടിച്ചിട്ട് വേണം പോകാൻ. നമുക്ക് നാഗ്പൂർ ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പൊ നമുക്ക് ഈ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡുകളായിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ഞങ്ങളുടെ കൂടെ തന്നെ കൂടിക്കോ. ഫോളോ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.